ഈ പമ്പ് പൊട്ടിപ്പോയി. അപ്പോൾ എന്താക്കി, ഇതിൻ്റെ ഇവർ വണ്ടി 2 ഗിയറിലെന്തോ കിട്ടുന്നുള്ളൂ, അതായത് റൈസായിട്ട് വണ്ടി പോകുന്നില്ല വെച്ചിട്ട് ഇവർ കൂടുതൽ കാല് കൊടുക്കുകയാണ്. വണ്ടി നീങ്ങാതെ നമുക്ക് വീണ്ടും കാല് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ വരിക കേട്ടോ. ഡിസ്കുകളൊക്കെ ഉണ്ടോ, ഈ ഡിസ്ക് നല്ലതാണ്, ഇതേ ഡിസ്ക് നല്ല, ബാക്കി പ്രഷർ പ്ലേറ്റ് സാധനങ്ങൾ ക്ലച്ച് ഡിസ്കുകളൊക്കെ ഉണ്ടോ കത്തിക്കരിഞ്ഞു പോയി. അതുകൊണ്ട് ട്രാൻസ്മിഷന് കറക്റ്റ് ഷിഫ്റ്റ് ആകുന്നില്ലാണ്ട് കഴിഞ്ഞാൽ കഴിയുന്നതും ആക്സിലേറ്റർ ഓവർ കൊടുക്കരുത്. അത് മൈന്യൂട്ടായിട്ട് ഓടിച്ച് കൊണ്ടുവരാന്നല്ലാണ്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി പഴുത്ത് കളറേ മാറിപ്പോവും. കാരണം വണ്ടി നീങ്ങുന്നില്ല വെച്ചിട്ട് എത്ര കാലം കൊടുത്തു കഴിഞ്ഞാലും ഇത് കംപ്ലൈൻ്റ് തന്നെയാണ്, നീങ്ങില്ല. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ എന്താക്കാന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ എന്തെങ്കിലും ഷിഫ്റ്റിംഗ് കറക്റ്റ് നടക്കുന്നില്ലാണ്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് കാല് കൊടുക്കാൻ നിൽക്കരുത്. കാരണം കാല് കൊടുക്കേ പിന്നെ ഇത് സേഫ് മോഡായിട്ട് 3rd ഗിയറിലേക്ക് പോകും. അത് നമുക്ക് വണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയെങ്കിലും ബ്ലോക്കിൽ കുടുങ്ങാതെ എങ്ങനെ സൈഡാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ സേഫ് മോഡൊക്കെ കിട്ടുന്നത്, നമുക്ക് ഒരു 3rഡിലേക്കൊക്കെ കിട്ടുന്നത്. അതിനെ ദുരുപയോഗം ചെയ്തിട്ട് കാലും കൊടുത്ത് അതിനെ അതിൽ തന്നെ വെച്ച് ഓടിക്കുമ്പോഴൊക്കെയാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇത് വണ്ടി നീങ്ങാതായിട്ട് പിന്നെ ആക്സിലേഷൻ കൊടുത്തിട്ട് അങ്ങനെ വന്നിട്ടുള്ള കംപ്ലൈൻ്റാണത്. അപ്പോൾ കംപ്ലൈൻറ്റ് 2ആയി കണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ക്ലച്ച് കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റണം, റീബിൽഡ് കിറ്റ് മാറ്റണം. പഴുത്തുപോയി, ആ വീല് വരെ പഴുക്കണമെങ്കിൽ അതിൻ്റെ കളർ കണ്ടില്ലേ, അതുവരെ പഴുക്കണമെങ്കിൽ എന്താ പറയുക, അത്രമാത്രം അവർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ചെറിയ ട്രാൻസ്മിഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിയുന്നു സൈഡാക്കി വെക്കുക, സ്കാൻ ചെയ്ത് നോക്കി എന്താണ് പ്രശ്നം, ഏതാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കാം. ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്കാനറിൻ്റെ അകത്ത് ഡാറ്റ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതുപോലെ എന്താ പറയുക, നമ്മളെ കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്ക് സുഹൃത്തുക്കളായിക്കോട്ടെ, അവർക്കൊന്നും ഇങ്ങനെ പെടാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതിന് ട്രാൻസ്മിഷനൊക്കെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക. അല്ലെങ്കിൽ 1, 2, 3 കംപ്ലൈൻറ്റുകളൊക്കെ വരും. ഇതിപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റാണ്, ഈ കംപ്ലൈൻറ്റ് മാത്രം നോക്കിയായിരുന്നു, രണ്ടാമതൊരു കംപ്ലൈൻറ്റ് കൂടി വന്നു. ഇനിയിപ്പോൾ ഇത് റിവൽട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റെഡിയാകും.